ചരിത്രത്തിൽ അറിയപ്പെട്ട രണ്ട് ഇബ്നുൽ അഥീറുമാനാണ്. ഒന്ന് ഇസ്സുദ്ദീൻ ഇബ്നുൽ അഥീർ, ഒന്ന് മജ്ദുദ്ദീൻ ഇബ്നുൽ അഥീർ റളിയല്ലാഹു അൻഹുമാ വനഫഅനാ ബിഹിമാ ഫിദ്ദാറൈൻ. ആ രണ്ട് പണ്ഡിതന്മാരും ജീവിക്കുന്ന കാലത്ത് ആദർശവിരോധികൾ ഒരുപാടുണ്ടായിരുന്നു. ജഹ്മഖിയ്യ എന്ന് പറയുന്നൊരു വിഭാഗം ഫിഖ്ഹിൻ്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതോടുകൂടി ഒരുപാട് സുന്നത്തായ കാര്യങ്ങളെ ഒഴിവാക്കുകയും മാത്രമല്ല ഭരണാധികാരികൾക്കെതിരെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് പല നിലക്കുള്ള അറസ്റ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലം. ഖാദി അബൂബക്കറുൽ ബാഖില്ലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്തലമുറക്കാരായ ചില ആളുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഏതായിരുന്നാലും ആ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചൊന്നുള്ള ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഇബ്നുൽ അഥീർ എന്നവരെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി ബഹുമാനപ്പെട്ടവരെ പൊട്ടക്കിണറ്റിലേക്ക് എറിയുകയാണ്. എറിയപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കല്പം തുണിക്കഷ്ണം വേണം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ തുണിക്കഷ്ണവും മറ്റും കിണറ്റിലേക്ക് ഇട്ടുകൊടുത്തു. ആഴം നോക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞപ്പോഴേക്ക് ബാക്കിൽ നിന്നൊരാൾ ചവിട്ടി താഴെ വീണു. 3 വർഷം ആ പൊട്ടക്കിണറ്റിലായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് വഫാത്തായി. അവിടുത്തെ ജനാസ പുറത്തെടുത്തു. ആ തുണിക്കഷ്ണങ്ങളിൽ നിറയെ എഴുത്തായിരുന്നു. ആ എഴുത്താണ് അന്നിഹായ ഫി ഗരീബിൽ ഹദീസ് എന്ന കിതാബ്. ആ എഴുത്താണ് അൽ-ലുബാബ് ഫി തഹ്ദീബിൽ അൻസാബ് എന്ന കിതാബ്. എന്ന് വെച്ചാൽ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട ആ ഒരു വലിയ പ്രതിസന്ധിയെയും അവസരങ്ങളായി കണ്ടു ഇൽമിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ച കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള മഹാരഥന്മാർ. അങ്ങനെയായിരുന്നു വന്യരായ ശൈഖുനയുടെയും ജീവിതം. അവിടുന്ന് ഇൽമിന് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്. അറിവന്വേഷിക്കുകയായിരുന്നു. കാരണം അറിവിൻ്റെ മുമ്പിലാണ് എല്ലാ ആളുകളും തലകുനിച്ചത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് 60 മുഴം ഹൈറ്റ് ഉണ്ടായതിൻ്റെ പേരിലല്ല, വെയിറ്റ് ഉണ്ടായതിൻ്റെ പേരിലല്ല, അവിടുന്ന് മനുഷ്യനാവുക എന്ന ആദരവ് കിട്ടിയതിൻ്റെ പേരിലല്ല. വഅല്ലമ ആദമൽ അസ്മാ, ഇൽമ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദർശ ലോകം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, നമ്മുടെ വിലപ്പെട്ട സമയം വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ വിനിയോഗിക്കുക എന്നതാണ്. മിൻഹാജിൻ്റെ തുടക്കത്തിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ആ ഭാഗത്ത് പറഞ്ഞത് എന്താണ്? ഇൽമിൻ്റെ മേഖലയിലുള്ള സമയം ചെലവഴിക്കുക എന്നത് അഫ്ളലു തആത്ത്, ഏറ്റവും വലിയ സംഭവമാണ്. അറിവ്, ഇൽമ് ഏറ്റവും പ്രധാനമാണ്. അതിനു വേണ്ടിയായിരുന്നു സാദവറുകൾ നിലനിന്നിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ ആദർശ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സൂറത്തു മാഇദയിലെ 54-ാമത്തെ ആയത്താണ് ഓർമ്മ വരുന്നത്. ആ ആയത്തിൽ 10 കാര്യങ്ങളാണ് റബ്ബ് പറയുന്നത്. ഒരു ആദർശ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രബോധകനുണ്ടായിരിക്കേണ്ട കൃത്യമായ മാതൃകയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആ മാതൃകയായിരുന്നു പ്രധാനമായും മുസാദവറുകളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മുടെ സമുന്നതരായ ഉലമാക്കൾ, കഴിഞ്ഞുപോയ ആലിമീങ്ങൾ, അവരൊക്കെ ആ സംസ്കാരമുള്ളവരായിരുന്നു. അല്ലാഹു ആയത്തിൽ ആദ്യമായി സംബോധന ചെയ്യുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 92 സ്ഥലത്താണ് യാ അയ്യുഹല്ലദീന ആമനു. യാ അയ്യുഹന്നാസ് പൊതുവായുള്ള വിളി 20 സ്ഥലത്താണ്. യാ അയ്യുഹല്ലദീന കഫറു ഒരു സ്ഥലത്താണ്. സംബോധനക്കനുസരിച്ചും പ്രയോഗങ്ങൾക്കനുസരിച്ചും ആശയവൈപുല്യമുണ്ടാകും, സ്വാഭാവികമാണ്. ഇപ്പോൾ ഖുർആനിൽ ഉളു എടുക്കാൻ പറഞ്ഞത് ഒരായത്തിലാണ്, ജുമുഅക്ക് പോകാൻ പറഞ്ഞത് ഒരായത്തിലാണ്, ക്ഷമിക്കാൻ പറഞ്ഞത് 78 ആയത്തിലാണ്. കാരണം ഉളു എടുക്കണവർക്കും ജുമുഅക്ക് പോകണവർക്കും ഒക്കെ ക്ഷമ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കോട്ടക്കൽ പണ്ട് ഹൗദും കരിയിൽ തല്ലുണ്ടായല്ലോ. അപ്പോൾ ക്ഷമ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു നിദാഉം മിനൽ ഹബീബി ലിൽ ഹബീബ്, തംബീഹും മിനൽ ഹബീബി ലിൽ ഹബീബ്, ഷഹാദത്തും മിനൽ ഹബീബി ലിൽ ഹബീബ്.
ഈമാനുള്ളവരെ എന്നാണ് വിളി. ആരാ ഈമാനുള്ളവർ? ഇദാ സർറത്തുക ഹസനതുക വസഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. നന്മയെ ഇഷ്ടപ്പെടുക, നല്ല കാര്യങ്ങളെ ഇഷ്ടപ്പെടുക, തിന്മയെ വെറുക്കുക, ഇതാണ് ഒരു വ്യക്തിയുടെ കൃത്യമായ ഈമാനിൻ്റെ അടയാളം. വന്യരായ ഉസ്താദ് അവരുടെ ജീവിതം, അവിടുത്തെ വിറുതുകൾ, അവിടുത്തെ ചിട്ടകൾ, അവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിരുന്നു. ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ടൈം ക്വാളിറ്റി. 5 ചിട്ടകൾ വേണം, 5 നിഷ്ഠകൾ: ആവാസനിഷ്ഠ, ആഹാരനിഷ്ഠ, ആരോഗ്യനിഷ്ഠ, സമയനിഷ്ഠ, ആത്മീയനിഷ്ഠ. ഈ ചിട്ടകളാണ് ഒരു വ്യക്തിയെ മൃഗങ്ങളിൽ നിന്നും മാറ്റുന്നത്, വിവേകത്തെ അതിജയിക്കാതിരിക്കാൻ ചെയ്യേണ്ടത്. സമയനിഷ്ഠ: 3 മണിക്ക് വരാമെന്ന് പറയാം, എന്നിട്ടോ 4:20 5 മണിക്ക് വരാമെന്ന് പറയാം, എന്നിട്ടോ 7:30 പലപ്പോഴും പല നഷ്ടങ്ങളും സംഭവിക്കും. അങ്ങനെ പലപ്പോഴും പല കാരണങ്ങളാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ബ്ലോക്കിന് ഒരു 35 മിനിറ്റ് അഡ്വാൻസായി എടുത്തുകൊണ്ട് പുറപ്പെടണം. ഇന്ന് ബാവക്ക രാവിലെ വിളിച്ചപ്പോൾ ചോദിച്ചു എപ്പോഴാണ് എത്തേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എത്തേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് 4:30 എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ 4:18 എത്തി. അങ്ങനെ ഉസ്താദുമാർ, ശിർഷൂർ ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവറുകൾ, അങ്ങനെ അത്തരം ഉസ്താദുമാരൊക്കെ അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു ക്വാളിറ്റിയിലാണ്. 7 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ 6:30, 6:40, 6:50 അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാധാവറുകൾ സബക്ക് ശനിയാഴ്ച ഇന്ന സമയത്താണ് സബക്കെങ്കിൽ ആ സബക്കിന് കൃത്യമായ ടൈമിനെത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വീട്ടിലാകുമ്പോഴും പല ആലിമീങ്ങളും ഓതാൻ വരുന്നുണ്ട്, സമയം കൃത്യമായി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അവരിലുള്ള കൃത്യമായ മാതൃകയാണ് സമയം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്ത് ഒരാൾ ഏറ്റവും കൂടുതൽ നഷ്ടബോധം ഒരു വ്യക്തിക്ക് പരലോകത്തുണ്ടാവൽ ജീവിതത്തിൽ ഒരു തനഫുസ്, ഒരു ശ്വാസോച്ഛ്വാസത്തിൻ്റെ സമയം നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ ഖേദമെന്ന്. ഇമാം നവവി റളിയല്ലാഹു അൻഹു 45 വയസ്സ് ജീവിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവർ സലാർ ബിൻ അഹ്മദ് അൽ ഉദ്ബിരി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് അവിടുന്ന് കിടക്കുന്നത്, വഫാത്താകുന്നത്. 162 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിൻ്റെ തലേ ദിവസം കണ്ണുനീരൊഴുക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഞാൻ 10ാമത്തെ വയസ്സു മുതൽ നിങ്ങളെ കൂടെയുണ്ട് 35 വർഷക്കാലം. ഈ 35 വർഷക്കാലം ഒരു ജമാഅത്ത് ഒഴിവാകുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു ളുഹാ നിസ്കാരം ഒഴിവാകുന്നത് കണ്ടിട്ടില്ല, ഒരു തഹജ്ജുദ് ഒഴിവാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിനല്ലാതെ ഇൽമു പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ 3 കാര്യങ്ങൾ തെർക്ക് ചെയ്യുക എന്ന് ബഹുമാനപ്പെട്ട യഹ്യ സർസരി തങ്ങൾ വിശദീകരിച്ചതായി കാണാം. കാര്യങ്ങൾ ചിട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബഹുമാനപ്പെട്ട ഗുരുവര്യരെ അനുസ്മരിക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. നബി ഇമാമിനോട് ശിഷ്യൻ പറഞ്ഞു, ഈ 35 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു ജമാഅത്ത് കിട്ടിയിട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫളീലത്ത് നഷ്ടപ്പെട്ടാൽ തന്നെ ഭയങ്കര സംഭവമാണ്. നമുക്കൊക്കെ ഒടുവിൽ അത്തഹിയാത്ത് കിട്ടിയാൽ അൽഹംദുലില്ലാ, കാരണം അവിടെ ദുആ കഴിയുമ്പോഴേക്ക് ഇവിടെ നമ്മൾ നിസ്കാരം കഴിയും, ടൈം ബറാബറായി അങ്ങനെ പോവാന്നുള്ളതാണ്. എന്നാൽ പണ്ടങ്ങനെയല്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിലെ സമയങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. വീണ്ടും പറഞ്ഞു, നിങ്ങൾ എന്തിനത് ആലോചിക്കണം? ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയില്ലേ അങ്ങ് ഈ സമൂഹത്തിന് വേണ്ടി? അവിടുന്ന് പറഞ്ഞു, അമൂതു വയബ്ഖാ കുല്ലു മാ ഖദ് കതബ്തുഹു ഫയാ ലൈത മൻ യഖറ കിതാബി ദഅലിയ ലഅല്ല ഇലാഹി അയ്യമുന്നാ ബിഫളിഹി വയർഹമ തഖ്സീരി വസുഅ ഫഅലിയ. കിതാബ് അതിൻ്റെയൊക്കെ ഫലം വരാനിരിക്കുന്നേ ഉള്ളൂ, എന്താണെന്നറിയില്ല. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുക, എൻ്റെ ഖൽബ് എപ്പോഴും
പോസിറ്റീവായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേണം എന്ന് മാത്രം ഗുണാത്മകമായി ചിന്തിച്ചിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ ഖൽബിൽ എപ്പോഴും ആ ചിന്തയാണ്. റബ്ബിൻ്റെ പ്രീതിയിൽ ഞാൻ സ്നേഹിക്കുന്നൊരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ രോഗബാധിതനാണ് എന്നറിഞ്ഞപ്പോൾ അയാളെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ ഡമസ്കസിലുള്ളൊരു പുഴ കടക്കുമ്പോൾ ആ പുഴ കടക്കുന്ന സമയത്തൊന്ന് വഴുതി വീണു. ആ വഴുതി വീണ 2-3 സെക്കൻഡ് എൻ്റെ ഖൽബ് ഫാലിയായിരുന്നു, ഒന്നുമുണ്ടായിരുന്നില്ല. ആ ഒരു സമയം വെറുതെ പോയല്ലോ. അതിനെക്കുറിച്ച് ആഖിറത്തിൽ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്നാണ്. ഒരു 3 സെക്കൻഡ് വഴുതി വീണ സമയത്തെക്കുറിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പരിതപിച്ചതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ബുദ്ധിശൂന്യരുടെയും അലസന്മാരുടെയും പ്രവൃത്തി ദിനം നാളെയായിരിക്കും എന്നാണ്. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക എന്നാണ് സാലിമ പറഞ്ഞത്. ഒക്കെ നീട്ടിയൊക്കെയാണ്. അടുത്ത ബാബു മുതൽ ശരിക്കും അതറിയും ചില കുട്ടികൾ. ഇതിങ്ങനെ പോട്ടെ, അടുത്ത ബാബു മുതൽ ശരിക്കും അതിപ്പോൾ ഈ പറയലും സംഭവങ്ങളും വാപ്പാനെ മരിപ്പിച്ചിട്ടും മാനം മരിപ്പിച്ചിട്ടും അത് അങ്ങോട്ടാക്കിയിട്ടും ഇത് ഇങ്ങോട്ടാക്കിയിട്ട് ആ മാന കൊലുത്തും അതുപോലുള്ള സംഭവങ്ങളൊക്കെ തായാലൊന്നും കാര്യമല്ല. പിന്നെ അങ്ങനെ ഓതാ അൽഫിയും കത്തുലും മീനും തിരിയണില്ല. അപ്പോൾ തഫ്സീറും മിസ്കാത്തും തുടങ്ങിയാണ് ഒരാൾ. അപ്പോൾ അങ്ങനെയാണ് പല ആളുകളും പല കോലത്തിലാണ്, പല രൂപത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, പൂർവികരായ ആളുകളൊക്കെ എത്ര ത്യാഗം സഹിച്ചവരാണ്, എത്ര ബുദ്ധിമുട്ടിയവരാണ്. നിരവസ്ഥാവറുകളൊക്കെ ജീവിതം അങ്ങനെയാണ്. ഏതായിരുന്നാലും നന്മയെ ഇഷ്ടപ്പെടുക, തിന്മയെ വെറുക്കുക. അങ്ങനെയുള്ളവരോടൊരു മുന്നറിയിപ്പുകൾ ഗവൺമെൻറ് ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് വെക്കാറുണ്ട്. റോട്ടിൽ അമ്പ് വരുമ്പോൾ അവിടെ മുന്നറിയിപ്പുണ്ടാകും, റെയിൽവേ ക്രോസ് ഉണ്ടാകുമ്പോൾ അവിടെ മുന്നറിയിപ്പുണ്ടാകും. ഇതേപോലെ മുഅ്മിനീങ്ങൾ പാരത്രിക ലോകത്തേക്കുള്ള പ്രയാണം നടത്തുമ്പോൾ മുന്നറിയിപ്പ്, മയ്യർത്തദ്ദ മിൻകും അൻ ദീനി, ദീനിൽ വിഘടനവാദങ്ങൾ വരാനുണ്ട്. ദീനിൽ വിഘടനവാദങ്ങൾ വരാനുണ്ട്. 1 കുഫ്ർ വന്നു, 2 ശിർക്ക് വന്നു, 3 നിഫാഖ് വന്നു, 4 ബിദ്അത്ത് വന്നു. ലോകത്ത് പ്രധാനമായും വിഘടനവാദങ്ങൾ 4 വിഭാഗമായിട്ടാണ് വന്നത്. 1 കുഫ്ർ, നിഷേധം, നിഷേധാത്മക നിലപാട്. അത് ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിലാണ്. 2 ശിർക്ക് വന്നു, 3 നിഫാഖ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ വന്നു. അതുപോലെ ബിദ്അത്ത് വന്നു. ഖവാരിജിയാക്കളുടെ നേതാവ് ഹർഖൂസ് അലാ വസ്നി ബഡ്കൂസ്, ഹർഖൂസ് ബിൻ സുഹൈർ ദുൽഖുവൈസറത്തു തമീമിയുടെ പേരാണ്. ആൾ ആകെ സ്കെൽറ്റാണ്, ചെറിയ സംഭവം